എന്റെ കണ്ണടിച്ചു പോയി. എന്റെയും. എന്താ കാരണം എന്നല്ലേ? ഇതാണ് കാരണം കണ്ണടിച്ചു പോകാനുള്ള. കോഴിക്കോട് കുറേ മൊഞ്ചത്തിമാർ ഇറങ്ങിയിട്ടുണ്ട്. സത്യം. പെർഫോം ചെയ്ത് കഴിഞ്ഞ് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നതാണ്. അതെ അതെ. ആ ശ്വാസം വിടുന്നത് ഇവിടെ വന്നിട്ടാണ്. ഇവിടെ വന്നിട്ടാണ് ശ്വാസം വിടുന്നത്. മക്കളെ ഏത് സ്കൂളാ? പ്രൊവിഡൻസ്. കോഴിക്കോടിന്റെ അതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ഇതിനു മുമ്പും നിങ്ങൾ തന്നെയല്ലേ കപ്പ് കൊണ്ട് പോയത്? 3 വർഷമായിട്ട് 3 വർഷമായിട്ട് ഞങ്ങൾ എനിക്ക് ആ സ്കൂളിന്റെ പേര് കേട്ടപ്പോ തന്നെ മനസ്സിലായി. കുറച്ച് അഹങ്കാരം ഉണ്ടല്ലേ? എന്താ നോക്കും 3 വർഷമായിട്ട് ഞങ്ങൾ തന്നെ കൊണ്ടുപോകണം. പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ചേച്ചി, അവരുടെ കഷ്ടപ്പാടാണ്. തീർച്ചയായിട്ടും ജൂൺ മുതൽ. അപ്പൊ ഇതിനകത്ത് മൊഞ്ചത്തി പിന്നെ ആരാ പാട്ടുകാരാ? നിങ്ങൾ 3 പേരാണ്. അപ്പൊ നിങ്ങൾക്ക് മൈക്കൊക്കെ ഇതൊക്കെ കിട്ടിയില്ല. കുറച്ച് കാര്യങ്ങൾ നമുക്ക് അല്ല ഞാൻ ചോദിക്കട്ടെ, ഒരു പല്ലില്ല എന്നാണ്. ഒന്ന് ക്ലോസ് ചെയ്യണം. കണ്ട ഇതൊക്കെ ആരെ കൊണ്ടുപോയി? അല്ല ഇയാളിങ്ങനെ ഇവിടെ വന്നു. സിസ്റ്ററാണ്. അയ്യോടാ, സിസ്റ്ററിന്റെ അടുത്ത് നിർത്തിയെടുക്കാണ്. 10ാം ക്ലാസ് പറയാൻ വന്നേ. ചേച്ചി 10ാം ക്ലാസ് ആണോ? നിങ്ങളൊക്കെ ഏത് ക്ലാസ്സാ? 10th. എല്ലാവരും 10th ആണ്. നമുക്ക് എല്ലാവരുടെ പേരൊന്ന് ചോദിക്കാം അല്ലേ? മെഹജബി, ശ്രീദിയ, ശിവാനി, ഹാനിയ, അഭിരാമി, ഐഷറയ, ഐഷ സുഹ, ആദ്യ, അവേര, തീർത്ഥ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചിലപ്പോ പോകുമ്പോ ഇല്ല അത് ഊരി വാങ്ങണമെങ്കിൽ മേടിക്കരുത്. ശരി, നിങ്ങൾ റെഡിയാണോ? ഓക്കെ ശരി. തിരങ്കാണേ എങ്കും പരിമളം ജോറാണേ, പരിശുടെ നിറമാണേ മക്ക പതിയെങ്കും മജബാണേ, അജബുടെ കസയാണേ ഹക്കിൻ അരുൾപടി പൊലിവാണേ, പൊലിവുകൾ പള്ളതാണേ ത്വാഹ പരനുടെ ഒളിവാണേ, ഒളിവരിൽ ഇഷ്കാകേ പൂവി ഒരു മൊഴി തരമാകേ, തരമുടെ ഇടം ഷാമേ ഉങ്കൾ തികവോട് നടമീമേ, നടനടം മീമേ ഉടനടിത്താമേ വീരിതർ വിശർവാകേ, നാഥനരുൾക്ക് കച്ചവടത്തിനു മൈസറ സുഖലാകേ, ആകെയും അമിനണ്ട് പൂക്കൾ വീണ്ട സുഹൃത ആരിലും അഭിമാനം തോളും വീടും സവിധ, ആശിച്ചരിബഹത്തും തരമാകെ സാരാ സാരമേറെ അറിവതും മൈസറ ചൊന്നതും അജബാണേ, സാരസപ്പൂ തിങ്കളിൽ മംഗളം അപ്പവും സമ്മാനോ, അപ്പങ്ങൾ സമ്മാനം മടടി നല്ലോണം അക്രമിക്രമിക്ക് വെച്ച് അതിൽ ചെങ്കോട്ടും ചെങ്കുട്ടി മൈലാഞ്ചി ചേലഞ്ചു മൈലാഞ്ചി ചന്ദ്രശോഭികൾ പൊങ്കൽ പങ്കിലങ്കിണപ്പൂവാടി മലർവാടി തങ്കത്തിക വാടി രാത്രി പൂത്തിരി കത്തനതെത്തിരി പത്തരമറ്റാണേ പൊലിവുച്ച ശീലാണേ പഞ്ചമി പഞ്ചരി തൂകണം മനുഷ്യൻ പഞ്ചകനൂറാണേ. അടിപൊളി. ഒരു കൈയടിക്കൊക്കെ ചെയ്യാട്ടോ. ഒത്തിരി ഓഡിയൻസ് നമ്മുടെ പുറകിൽ നിൽക്കുന്നുണ്ട്. എനർജി കണ്ടിട്ടാണ് ആ എനർജിയാണ് അവരൊക്കെ പിടിച്ചത്. അതല്ല സത്യമായിട്ടും എല്ലാവരും ഈ പെർഫോമൻസ് അല്ലാണ്ട് നമ്മളെ കാണാൻ വന്നു. ഇവിടെ കുറച്ച് ഒരു ലിമിറ്റഡ് സ്പേസ് ആണ്, അതിനുള്ളിൽ കളിക്കും. പക്ഷെ അവരങ്ങ് ഇറങ്ങി സത്യം അടിപൊളി. നന്നായിട്ട് പെർഫോം ചെയ്ത് കേട്ടോ. അപ്പൊ റിസൾട്ട് വന്നിട്ടില്ല, പെർഫോം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഫിഡൻസ് ഉണ്ടോ? കുറച്ച് കൂടുതലാണ്. നേരത്തെ തന്നെ കണ്ടില്ല. അവര് ഡബിൾ കോൺഫിഡൻസ് ആണ്. അവരുടെ ഹാർഡ് വർക്കിനുള്ളത് അവർക്ക് എന്തായാലും കിട്ടും. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും മത്സരിക്കാനുണ്ടോ? പാട്ടർക്ക് എന്താണ്? ഗസല് കഴിഞ്ഞു. ഇനി എന്താ? ഇനി ഒപ്പന ഉണ്ടായിരുന്നുള്ളൂ, 2 ഐറ്റം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അപ്പൊ കോഴിക്കോട് കപ്പ് തൂക്കുവോ? നമുക്ക് ഗസലൊന്ന് കേട്ടാലോ? ഗസൽ പാടുവോ? ചോദിക്കേണ്ട താമസം. റെഡിയാണ് ഇവിടെ. ഓക്കെ. മെഹഫിൽ में बार बार किसी पल नजर गई, महफिल मबनज़रे मबनी पमरसा, महफिल मरसा महफिल में बार बार किसी पल नजर गई, हमने बचाई लाख मगर हमने बचाई लाख मगर फिर वो तर गई, महफिल में बार बार किसी पल नजर गई. പൊളിയായിരുന്നു. ഓക്കെ. നമ്മുടെ ഒരു സ്കൂളിന്റെ സിസ്റ്റർ കടന്നു വരുന്നുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ? എന്താ പിള്ളേരെ പറ്റി പറയാൻ ചോദിക്കാം.
എങ്ങനെയുണ്ട് നമ്മുടെ പിള്ളേര്? എൻ്റെ കുട്ടികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന മിടുക്കികളാണെന്ന് ഞാൻ പറയും. എൻ്റെ ഏറ്റവും പ്രിയ സിസ്റ്റർ ഭയങ്കര പ്രൗഡാണ് പിള്ളേർ. അതെ അതെ തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും എൻ്റെ മക്കളെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാവുന്ന മക്കളല്ലേ ഇവര്. അവർ അത്രമാത്രം അധ്വാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ. എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ നല്ല സ്ട്രിക്റ്റ് ആണേ. അത് സിസ്റ്ററിനെ കണ്ടാൽ അറിയാം. നോട്ട് ദി പോയിന്റ്. ഞാൻ നല്ല സ്ട്രിക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവരോട് ചോദിക്കാം എന്താണ് സിസ്റ്റർ എങ്ങനെയാ? സപ്പോർട്ടീവാണ് സിസ്റ്റർ, ഭയങ്കര സപ്പോർട്ടീവാണ്. ഞങ്ങൾക്ക് നൈറ്റ് പ്രാക്ടീസ് ഉള്ള ടൈമിലൊക്കെ സിസ്റ്റർ വന്ന് രാത്രി ആയാലും വന്ന് നിൽക്കും. എന്താ മേടിച്ചു തരാറ് സ്പെഷ്യലായിട്ട്? സിസ്റ്റർ ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ സിസ്റ്റർ 3 വർഷം ഇവര് തന്നെയാണ് ഒപ്പനയ്ക്ക് കപ്പ് എടുത്തത്. അപ്പൊ ഇപ്രാവശ്യം എങ്ങനെയായിരിക്കും? ഇപ്രാവശ്യം കപ്പ് ഇവർക്ക് തന്നെ. കപ്പ് തൂക്കുന്നാണ് പറയണത്. അതെ അതെ. അല്ല ഇവര് ഈ പാട്ടുകാരായ സ്ഥിതിക്ക് നമുക്കൊരു സിനിമ പാട്ടായല്ലോ. ആവാലോ. നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റിയ പാട്ടല്ലേ? എല്ലാരും കൂടെ എല്ലാരും പാട്ടുകാരാണ്. നിങ്ങൾ അങ്ങനെ വെറുതെ സിസ്റ്റർ പാടോ ശരിക്കും? നല്ലോണം പാടുന്നു. ശരി, വെറുതെ അല്ല. അപ്പൊ സിസ്റ്റർ നയിക്കുന്ന ഗാനമേളയാണ് അടുത്തതായിട്ട്. റെഡിയാണോ നിങ്ങൾ? പാടാൻ റെഡിയാണോ? ഏത് പാട്ടാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സെലിബ്രിറ്റി ആരാ? ഒരു നടൻ ആരാ? ആരുമില്ലേ? അതാ അവൻ പറഞ്ഞു മോഹൻലാലിന്. മോഹൻലാൽ ഫാൻസ് ഉണ്ടോ ഇവിടെ? വരും, മോഹൻലാൽ വരും. ആരുണ്ട്? ആരെങ്കിലും ഉണ്ടോ? ആരും ഓഡിയൻസിനോടാണ് ചോദിക്കണേ. മോഹൻലാൽ ഫാൻസ് ഉണ്ടോ? മോഹൻലാൽ ഫാൻസ് ഇല്ലേ? ശരി, അപ്പൊ നമുക്ക് ലാലേട്ടൻ പാട്ട് പാടിയാലോ? ഏത് പാടും? പാടുപ്പോ നിങ്ങൾ ആരും പാടില്ലെങ്കിൽ പിന്നെ ലാലേട്ടന്റെ പാട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാട്ടോ. ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഏതേലും പാട്ടാ? ആരാ പറയുന്നേ? ആലോചിക്കണം. ഇവിടെ ആലോചിച്ചിട്ട് ലാലേട്ടൻ പാട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആലോചിച്ചോ. പെട്ടെന്ന് തന്നെ ഇവിടെ തീരുമാനമാവുന്നതായിരിക്കും. നമുക്ക് അവരുടെ ഇഷ്ടത്തിന് കൊടുക്കാം. അതെ, ഇഷ്ടമുള്ള കൊടുക്കാം. അതെ, നമുക്ക് അങ്ങനെയൊന്നുമില്ല. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങും മണിക്കൂറും നീ കനവായി നിഴകളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീ ഉറങ്ങൂ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങും മണിക്കൂറും നീ കനവായി മിഴികളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീ ഉറങ്ങൂ. നമ്മളൊരു ഡപ്പാങ്കുത്ത്, ഷാരിയേച്ചി ഒരു ഡപ്പാങ്കുത്താണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നമുക്ക് നല്ലൊരു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ നല്ല മെലോഡിയസ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. നമുക്ക് വേണ്ടി ഒപ്പന കളിച്ചു, നമുക്ക് വേണ്ടി ഗസല് പാടി, ഇപ്പൊ പാട്ട് പാടി. അപ്പൊ ഞങ്ങളുടെ ഒരു സ്നേഹഭാരം തന്നോട്ടെ, തരട്ടെ. ഓക്കെ. അപ്പൊ നമ്മളുടെ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ നൽകുന്ന ഒരു സ്നേഹോപഹാരം ഇവർക്ക് കൊടുക്കാനായിട്ട് റെഡിയാണ് ഇവിടെ. അപ്പൊ അത് ഏറ്റുവാങ്ങാൻ ആദ്യം മൈക്കും കൊണ്ട് തന്നോളൂ. മൈക്ക് ഞങ്ങൾക്ക് തിരിച്ചു വേണേ. ഓക്കെ. അപ്പൊ ഈ പുറകിൽ നിൽക്കുന്ന ഓഡിയൻസ് ഒക്കെ ഒരു നല്ല ക്ലാപ്പ് കൊടുക്കും കേട്ടോ. ഒരു ഉഷാറില്ല കേട്ടോ. നിങ്ങളുടെ അടുത്തേക്കൊക്കെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടിപൊളി. ഞങ്ങളുടെ സ്നേഹം കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? എന്നൊരു ഐ ലവ് യു പറഞ്ഞോ? ഐ ലവ് യു അല്ലല്ലോ, വി ലവ് യു എന്നല്ലേ പറയാ? അല്ല, ഞാൻ എന്നെ മാത്രം ഉദ്ദേശിച്ചത്. ശരി, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്.